ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനം പിൻവലിച്ച് ഗതാഗത മന്ത്രി. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെയാണ് മന്ത്രിയുടെ യു ടേൺ. സ്ലോട്ട് എടുത്ത എല്ലാവർക്കും ടെസ്റ്റ് നടത്താം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു. ഇന്നലത്തെ യോഗത്തിലെ വിവരം ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇത്തരത്തിൽ ഒരു ഉത്തരവില്ല. ഇത്തരത്തിൽ ഡിസിയുടെ ഒരു ഉത്തരവില്ല, മന്ത്രിയുടെ ഉത്തരവില്ല. പിന്നെ നമ്മുടെ ഒരു പരീക്ഷണം നടത്തി നോക്കാൻ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോൾ ഔദ്യോഗികമായ ഒരു അടച്ചിട്ട ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് തെറ്റായി മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ ചോർത്തി കൊടുത്തത് അവരും അതുപോലെ ഈ ട്രെയിനിങ് സ്കൂളുകളും ചേർന്നുള്ള ഒരു വിഷയമാണെന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാൻ വ്യക്തമായി മീഡിയ വണ്ണിന്റെ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി മറ്റു ചാനലിനോട് പറഞ്ഞാൽ ഒന്നുകൂടി പറയുകയാണ്. കേരളത്തിൽ ഒരു ലൈസൻസ് നൽകുന്നത് 6 മിനിറ്റ് കൊണ്ടാണ്. ഒരു ലൈസൻസ് ടെസ്റ്റിന്റെ അതായത് രാവിലെ 8:30 മണിക്ക് ആരംഭിക്കും. ഇടുക്കി ജില്ലയിൽ പോലുള്ള മലയോര മേഖലകളിൽ ആൾക്കാർ എത്തിച്ചേരാൻ താമസിക്കുന്നത് 9:30, 9 മണി, 9:30 ആരംഭിക്കും. 1:30 2 മണിയോടുകൂടി ഇത് അവസാനിക്കും. ശരാശരി ഒരു 6 മണിക്കൂറാണ് ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന 6 മണിക്കൂറിൽ 1 മണിക്കൂർ 60 മിനിറ്റ് ആണെന്നാണ് നമ്മുടെ അറിവ് ഇന്ന് വരെ. പുതുതായിട്ട് എന്തെങ്കിലും ചില ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 60 മിനിറ്റിൽ 10 ലൈസൻസാണ്. അപ്പൊ 6 മിനിറ്റ് കൊണ്ട് ഒരു ലൈസൻസ് കൊടുക്കുകയാണ്. മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്നത് വണ്ടി ഗ്രൗണ്ടിൽ ഓടിച്ച് കാണിക്കണം, ഗ്രൗണ്ട് ടെസ്റ്റ്. അത് കഴിഞ്ഞ് അവരെ ചോദ്യങ്ങൾ ചോദിക്കണം, ഓറലായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വണ്ടി റോഡിൽ ഓടിച്ച് കാണിക്കണം. അതിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി കാണിക്കണം, പിന്നെ സിക്സ് ആയിട്ട് ഓടിക്കണം, കയറ്റത്ത് നിർത്തി എടുത്ത് കാണിക്കണം, പാർക്ക് ചെയ്ത് കാണിക്കണം. ഇതെല്ലാം വരും. ഇതെല്ലാം 6 മിനിറ്റ് കൊണ്ട് ചെയ്യുന്നുള്ള അത്ഭുതം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ലൈസൻസ് ഡ്രൈവ് ചെയ്യാനാണോ ആളെ കൊല്ലാനാണോ? 15,000 രൂപയോളം പല ഡ്രൈവിംഗ് സ്കൂളുകളും വാങ്ങിക്കുന്നുണ്ട് ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് നാട്ടുകാരുണ്ടെന്ന്. എന്നിട്ട് ശരി, എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. RV സനൂപ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. സനൂപ്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ രായ്ക്ക് രാമാനം ഇത്തരമൊരു തീരുമാനം വന്നതുകൊണ്ടാണ് വലിയ അതൃപ്തിയും പ്രതിഷേധവും ഒക്കെ ഉണ്ടായത്. പക്ഷേ മന്ത്രി പറയുന്നതനുസരിച്ച് ഇത്തരമൊരു തീരുമാനം ഔദ്യോഗികമായി എടുത്തിട്ടില്ല. ഒരു കോൺഫറൻസിൽ ഇതൊരു ചർച്ചയായിരുന്നു. ഇത് ചോർത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മന്ത്രി ഇക്കാര്യത്തിൽ ഈ പ്രതിഷേധങ്ങൾ കണ്ട ഒരു യു ടേൺ എടുത്തതല്ലേ? എന്താണ് ഗതാഗത മന്ത്രി പറയുന്നതിലെ സത്യാവസ്ഥ? ജിൽസി, ഈ വാർത്ത ഇന്നലെ മീഡിയ വൺ തന്നെയാണ് ആദ്യം പുറത്തുവിട്ടത്. ഇന്നലെ RTO ഉദ്യോഗസ്ഥരുടെയും ജോയിന്റ് RTO ഉദ്യോഗസ്ഥരുടെയും ഓൺലൈൻ മീറ്റിംഗ് മന്ത്രി വിളിച്ചിരുന്നു. ഇതിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയോ പങ്കെടുത്തിരുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം തന്നെ മീഡിയ വൺ ഇന്നലെ വാർത്തയെ നൽകിയതാണ്. ഈ ഒരു മീറ്റിംഗിൽ എടുത്ത തീരുമാനമാണ് നാളെ മുതൽ, അതായത് ഇന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതി എന്നുള്ളത്. അതിൽ മന്ത്രി തന്നെ പറയുന്നുണ്ട്, ഒരു ആൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കാൻ 6 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ആ 6 മിനിറ്റ് കൊണ്ട് ഒരാളുടെ ഡ്രൈവിംഗ് ക്ഷമത എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് 50 പേർക്ക് മാത്രമായിട്ട് നിജപ്പെടുത്താൻ തീരുമാനിച്ചത്. പക്ഷേ ഈ ഒരു തീരുമാനം നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ 80ഓളം കേന്ദ്രങ്ങളിൽ നമ്മൾ കണ്ടത്. രാവിലെ മുതൽ തന്നെ ഈ അപേക്ഷകർ വന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ച കണ്ടു. പലയിടത്തും മന്ത്രിയുടെ കോലം കത്തിക്കുന്നത് കണ്ടു. പലയിടത്തും ഇപ്പോൾ കഴക്കൂട്ടം RTOയ്ക്ക് കീഴിലുള്ള ടെസ്റ്റിംഗ് കേന്ദ്രത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ടെസ്റ്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. മറ്റൊരു ദിവസത്തേക്ക് മാറ്റി എന്നൊക്കെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അപ്പം എടുത്തൊരു തീരുമാനം അത് ഏത് സമയം കൊണ്ട്, എത്ര സമയം കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതിലുള്ള തെറ്റാണ് ഇന്നലെ മീഡിയ വൺ ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചത്. അതായത് എല്ലാ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലും ഏകദേശം 100ന് പുറത്ത് അപേക്ഷകർക്കാണ് ഒരു ദിവസം സ്ലോട്ട് ലഭിക്കുന്നത്. അപ്പോൾ അത്രത്തോളം പേര് വരുന്ന RTO ഓഫീസുകളുണ്ട്. അതായത് ഒരു MVI ഉദ്യോഗസ്ഥൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉദ്യോഗസ്ഥൻ ഒരു ദിവസം 60 പേർക്കുള്ള ടെസ്റ്റ് നടത്തും. അങ്ങനെ 3 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുള്ള ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളുണ്ട്. അവിടെ 180ഓളം അപേക്ഷകരുടെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെയാണ് നടത്തുന്നത്. അപ്പം ആ സമയത്താണ് ഇത് പെട്ടെന്ന് നിജപ്പെടുത്തി വെറും 50 പേർക്ക് മാത്രമാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരുപക്ഷെ ഇത് പൊതുജനങ്ങളിലേക്ക് ഒരുപാട് പേരിലേക്ക് ഇത് നേരത്തെ തന്നെ ഈ സന്ദേശം നൽകി ഒരു സമയം നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജനം ഇത് സ്വീകരിക്കുമായിരിക്കും. ഇത് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട്, അതായത് വൈകുന്നേരം എടുത്തൊരു തീരുമാനം പിറ്റേ ദിവസം രാവിലെ മുതൽ നടപ്പിലാക്കണമെന്ന് പറയുന്നതിലെ അനൗചിത്യമാണ് ഇന്നിപ്പോൾ ഈ പ്രതിഷേധത്തിന് കാരണം. എന്തായാലും മന്ത്രി തന്നെ ഇതിപ്പോൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് സ്ലോട്ട് എടുത്ത എല്ലാവർക്കും തന്നെ, അതായത് സ്ലോട്ട് ലഭിച്ച എല്ലാവർക്കും തന്നെ ടെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ
പലയിടത്തും ഈ രാവിലെ വന്നവരൊക്കെ പ്രതിഷേധിച്ച് പോയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകാർ തന്നെ ബഹിഷ്കരിച്ച് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നെന്തായാലും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റേണ്ടി വന്നത്. മന്ത്രി തന്നെ പറയുന്നുണ്ട് ഇത് ഓർഡറായിട്ടൊന്നും ഇറക്കിയിട്ടില്ലെന്ന്. അത് നമ്മളും പറയുന്നുണ്ട്, ഓർഡറായിട്ട് ഇറക്കിയില്ല. ഇന്നലെ RTOമാരുടെ ഓൺലൈൻ മീറ്റിംഗിൽ ആണ് മന്ത്രി നിർദ്ദേശം വെച്ചത്. പക്ഷെ അത് ഇന്നു മുതൽ തന്നെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞതിലാണ് അനൗചിത്യം ഉണ്ടായത്. എന്തായാലും അത് മന്ത്രി തന്നെ ഇപ്പോൾ തിരുത്തിയിട്ടുണ്ട്. ജിൽസി, ശരി, എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഒരു ദിവസം 50 പേർക്ക് മാത്രമായി ഡ്രൈവിംഗ് ടെസ്റ്റ് നിജപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ, ഗ്രൗണ്ടുകളൊക്കെ കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു.